അഹായ് അൽഫോൻസെ, ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മുടെ വചനവേദിയിൽ ഈ പ്രഭാതത്തിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് ചെമ്മണമറ്റം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അൽഫോൻസ് ജോയ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനാണ് നമ്മളോടൊപ്പം എത്തിയിരിക്കുക വചനവേദിയിൽ. ചെമ്മണമറ്റം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. കൂടാതെ ചെമ്മണമറ്റം പള്ളിയിലെ അൽത്താരബാല ശുശ്രൂഷകനാണ്. അതുപോലെ തന്നെ SMYM അങ്ങനെയുള്ള എല്ലാ സംഘടനകളിലും സജീവമാണ്. സ്കൂളിൻ്റെ പഠന പാഠ്യേതര രംഗത്ത് വളരെ മുൻപന്തിയിലാണ്. എല്ലാ കാര്യങ്ങളും സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പഠന രംഗത്തുമൊക്കെ അൽഫോൻസ് വളരെ മുന്നിലാണ്. എപ്പോഴും ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും അൽത്താര ബാല ശുശ്രൂഷകൻ എന്ന രീതിയിലൊക്കെ ബൈബിൾ വായനയിലൊക്കെ അനേകം പേര് ഈ അൽഫോൻസ് ജോയിയെ ശ്രദ്ധിക്കാറുണ്ട്. ഇന്ന് ഈ ഒരു പ്രഭാതത്തിൽ ഒരു തിരുവചനം മോനെ സ്വാധീനിച്ചൊരു തിരുവചനം പങ്കുവെക്കാനായി വചനവീതിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അൽഫോൻസിൻ്റെ ജീവിതത്തിൽ അൽഫോൻസിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു തിരുവചനം, അല്ല അൽഫോൻസിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തിരുവചനം ഈ വചനവീതിയിൽ ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? എന്നെ ഏറ്റവും സ്വാധീനിച്ച വചനം പറയുമ്പോൾ, എന്നെ ശക്തനാക്കുന്നതോടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഫിലിപ്പിയർ 4:13. ഈ വചനം എനിക്ക് ജീവിതത്തിലെ എല്ലാ ഒരു കാര്യത്തിലും വായ്പ ഓർമ്മ വരുന്ന വചനം ഇതായിരുന്നു. ഫിലിപ്പിയർ എത്രയായിരുന്നു? 4:13. ഫിലിപ്പിയർ 4:13 ഒരു തിരുവചനം. ഈ വചനവീതിയിൽ ഇതിനു മുൻപ് 2-3 പേർക്ക് ഈ വചനം വളരെ പകരുന്നു. എന്നെ ശക്തനാക്കുന്നതിൽ കൂടി എനിക്ക് എന്തും ചെയ്യുവാനായിട്ട് സാധിക്കും. ഇന്ന് അനേകം പേര് ഏറ്റു ചൊല്ലുന്ന ഒരു തിരുവചനം, അനേകം നമുക്കൊക്കെ കാണാപ്പാടമാകുന്ന ഒരു വചനം. നമ്മൾ ജീവിതത്തിൽ പെട്ടെന്ന് തളർന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ആരും സഹായിക്കാനില്ലാതെ വരുമ്പോഴൊക്കെ ഏറ്റു ചെല്ലുന്ന വചനം, 33 പ്രാവശ്യമൊക്കെ ഏറ്റു ചെല്ലുന്ന ഒരു വചനം. ആ ഒരു വചനമാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ആ വചനം നെഞ്ചിലേറ്റി ആ വചനത്തിൻ്റെ ശക്തിയിൽ പഠനത്തിലും പാഠ്യേതര രംഗത്തിലും ഒക്കെ മുന്നേറുവാനായിട്ട് അൽഫോൻസ് ജോയ്ക്ക് കഴിഞ്ഞതെന്ന് ആ മോന് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഒരു തിരുവചനം, എന്നെ ശക്തനാക്കുന്ന യേശുവിൽ കൂടി എനിക്ക് എന്തും ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പൗലോസ്ലീഹയുടെ ആ ലേഖനത്തിലെ ആ ഒരു തിരുവചനം, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ആ വചനം നമുക്ക് ശക്തി പകരട്ടെ. അൽഫോൻസ് ജോയിലോട് ലഭിച്ച ഈ വചനം നമുക്കും മറ്റുള്ളവർക്കും മാതൃകയാകട്ടെ. ഈ ഒരു പ്രഭാതത്തിൽ നല്ലൊരു തിരുവചനം ഞങ്ങൾക്കായി പങ്കുവെച്ച പ്രിയപ്പെട്ട അൽഫോൻസ് ജോയിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നപ്പോൾ ഈശംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.